അമ്മ റെഡി ആയില്ലേ? എന്തിനാ? ഓൾഡ് ഏജ് ഹോമിൽ പോവാനാ? ഇന്നലെ പറഞ്ഞ മാതിരി ഞാൻ അവിടേക്കൊന്നും വരില്ല. എനിക്ക് ഓൾഡ് ഏജ് ഹോമിലൊന്നും താമസിക്കാൻ സാധിക്കില്ല. അമ്മക്ക് വേണ്ടിയിട്ടാണ് പറയുന്നേ. എനിക്ക് വേണ്ടിയിട്ടാ? അമ്മ നല്ലതൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറയാം. എന്ത് നല്ലത്? എന്നെ പെറ്റ് വളർത്തിയ എനിക്ക് നല്ലത് കേട്ടത് എന്താ അറിയില്ലേ? നീ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയാം. നീയല്ല സംസാരിക്കണമെന്ന്. എൻ്റെ ഭാര്യയുടെ സംസാരം കേട്ടിട്ടാണ് നീ സംസാരിക്കുന്നത്. എനിക്കറിയാതെ നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് ഞാൻ കൂടെ ഇരിക്കണത് ഇഷ്ടമില്ലെങ്കിൽ നീ നിൻ്റെ ഭാര്യയും കുട്ടികളെയും കൂട്ടിയിട്ട് വേറൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് പോയിക്കോ. അതാ നല്ലത്. എന്താ തീരുമാനം? അമ്മയുടെ തീരുമാനം എന്താ? ഇതന്നെ തീരുമാനം. ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ വരില്ല. നിങ്ങൾ വേറെ വാടകയ്ക്ക് വീട് എടുത്തിട്ട് പോയിക്കോളില്ല. അതാ തീരുമാനം. അമ്മയെ കൊണ്ടുപോയിട്ട് ഓൾഡ് ഏജ് ഹോമുകൾ വിട്ടിട്ട് അങ്ങനെ ഞാൻ പോവാണില്ലല്ലോ. ദിവസം ഓൺലൈനിൽ സംസാരിക്കാം. ആഴ്ചയ്ക്ക് ഓരോ ദിവസം വന്നിട്ട് അമ്മയെ നോക്കാം. അമ്മയ്ക്ക് എന്തുകൊണ്ട് അതൊക്കെ ചെയ്യാം. മാസത്തിൽ ഒരു പ്രാവശ്യം അമ്മയ്ക്ക് എന്താ സാധനം വേണമെങ്കിൽ അതൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് കൊടുക്കാം. ഇതിനെക്കാട്ടിലും അവളും ജോലിക്ക് പോകുന്നുണ്ട്, ഞാനും ജോലിക്ക് പോകുന്നുണ്ട്. അമ്മയെ നോക്കാനേ വയ്യാതായി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഏർപ്പാട് ചെയ്തതാണ്. അപ്പോൾ എന്നെക്കാട്ടിലും ആ ഓൾഡ് ഏജ് ഹോമിൽ അമ്മയെ നന്നായിട്ട് നോക്കും. അത് മനസ്സിലാകാത്തത്. ഓ, അത് ശരി. ഒരമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഒരു മകൻ ഓൾഡ് ഏജ് ഹോമിൽ ഓൾഡ് ഏജ് ഹോമിലല്ല എന്നത് ഓൺലൈനിൽ വന്നിട്ട് അമ്മോട് സംസാരിക്കുന്നു. അതല്ലേ ഇപ്പം പറയാൻ വരുന്നേ? ഓൾഡ് ഏജ് ഹോമിൽ വന്നിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാസത്തിൽ ഒരു പ്രാവശ്യം നേരിട്ട് വന്ന് കാണും. ബാക്കി വീഡിയോയിൽ. നല്ല ഡെവലപ്മെൻറ്റ്, ടെക്നോളജി നല്ല ഡെവലപ്മെൻറ്റ്. ഇങ്ങനെ തന്നെ വേണം. ഏടാ, നിന്നെ ഞാൻ ഓൺലൈനിലാണ് പ്രസവിച്ചത് ആണോ? എൻ്റെ വയസ്സ് നിനക്ക് വരുമ്പോൾ നിൻ്റെ മക്കൾ നിന്നെ ശ്രദ്ധിക്കാതെ നോക്കാതെ ഇരിക്കുമ്പോൾ നിനക്ക് ആ വേദന അറിയും. അപ്പോഴേ ഞാൻ അറിയും. എനിക്ക് അന്നേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ഇങ്ങനെ സംസാരിക്കും പെരുമാറുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഗർഭത്തിലേ തന്നെ കൊന്നിരുന്നു. ഞാൻ പോവില്ല, വഴിപാട് കഴിക്കാത്ത സ്വാമികളില്ല. എന്നിട്ടാണ് നീ ഉണ്ടായത്. അമ്മയുടെ തീരുമാനം എന്താ? ഞാൻ വരുന്നില്ല ഓൾഡ് ഏജ് ഹോമിലേക്ക്. അതാ തീരുമാനം. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യണ്ടേ? രണ്ടുപേരുടെ ശമ്പളം നിങ്ങൾ രണ്ടുപേരും സേഫ്റ്റി ആയിട്ട് ബാങ്കിൽ ഇടുന്നുണ്ട്. ഇതുവരേക്കും നിങ്ങൾ 1 രൂപയായിട്ട് എങ്കിലും എനിക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് വരുന്ന ഒരു പെൻഷനുണ്ട്. അതും വെച്ചിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, എനിക്കത് മതി. ആ പെൻഷനും കൊണ്ട് ഞാൻ ജീവിച്ചോളാം. നിങ്ങൾ വേറെ വീടെടുത്തിട്ട് പോയിക്കോളെ. നിങ്ങൾക്ക് നന്നായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ അതായിരിക്കും നല്ലത്. നിനക്കറിയോ, നിന്നെ കല്യാണം കഴിപ്പിക്കാൻ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ആണ് കല്യാണ ചിലവെല്ലാം നോക്കിയിട്ട് ലോൺ എടുത്തിട്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചത്. അത് കഴിഞ്ഞു. അപ്പോഴേക്കും നിനക്ക് ബൈക്ക് വേണമെന്ന് പറഞ്ഞു. അത് ഭാര്യ വീട്ടിൽ പോയിട്ട് ചോദിക്കേണ്ടത്. എനിക്ക് സ്ത്രീധനം വാങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ അവർ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കണത് എനിക്കിഷ്ടമല്ല. ഞാനും പിന്നെയും ലോൺ എടുത്തിട്ട് നിനക്കൊരു ബൈക്ക് വാങ്ങി തന്നു. ഈ 2 ലോണും, കല്യാണ ചെലവിൻ്റെ ലോണും ബൈക്കിൻ്റെ ലോണും ഞാനിപ്പോൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതറിയോ നിനക്ക്? ഈ ഒരു പെൻഷൻ വെച്ചിട്ട് അറിയോ? ഞാൻ ശബ്ദം കൂടെ നീ എൻ്റെ ശവം എടുക്കാനോ ശവത്തിന് കൊള്ളി വയ്ക്കാനോ നീ വരാൻ പാടില്ല ഇവിടെ. മനസ്സിലായോ? പോ. ഇതന്നെ തീരുമാനം. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ പോയിക്കോളേൻ. ഞാൻ ഇവിടെ ഇരിക്കും. ഞാൻ ഒരു ഓൾഡ് ഏജ് ഹോമിലേക്കും ഇല്ല, ഒരു ഹോമിലേക്കും ഇല്ല. അതാ എൻ്റെ തീരുമാനം. വിശ്വാസമില്ല അമ്മയ്ക്ക്? വിശ്വാസം എപ്പോഴേ പോയി. തീരുമാനമാക്കി. ഓഫീസിൽ സമയമായി, ഞാൻ പോയിട്ട് വരാം. നീ അങ്ങനെ പോയിക്കോ, എനിക്ക് വിരോധമില്ല. വൈകുന്നേരം വരുമ്പോൾ അമ്മ തീരുമാനം എടുത്തോളൂ. ഞാൻ തീരുമാനം എപ്പോഴേ പറഞ്ഞില്ലേ? നോ ചേഞ്ച് ഇൻ മൈ പ്രോഗ്രാം. അപ്പോൾ ഞങ്ങൾ പോയിക്കോളാം. ഓക്കെ, അതാ നല്ലത്. പോയിട്ട് വാ. അങ്ങനെ